ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമയെ ചൊല്ലിയുള്ള പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ചിത്രാഞ്ജലിയിൽ. ഇപ്പോൾ ചലച്ചിത്ര താരം അൻസിബ നമ്മോടൊപ്പം ചേരുകയാണ്. അൻസിബ, AMMA കൂടി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ സമരം അനിവാര്യമാണെന്ന തോന്നൽ തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇവരെ എത്തിയത്. കാരണം ഒരു സിനിമയുടെ പേര് മാറ്റുക, അത് പ്രത്യേകിച്ച് റിലീസിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് എടുത്തൊരു സമയമുണ്ട്. ഈ സിനിമ ഓണാക്കാൻ വേണ്ടി അതിൻ്റെ സംവിധായകൻ നടത്തിയ ഒരു ശ്രമമുണ്ട്. ചിലപ്പോൾ ഒരു 5 വർഷം അങ്ങാണ്ട് കാത്തിരുന്നിട്ടായിരിക്കാം ഒരു സംവിധായകൻ ഒരു സിനിമ ഓണാക്കുന്നതല്ലേ. അത് കഴിഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ വന്നിട്ട് അദ്ദേഹം പൈസ പലയിടങ്ങളിൽ നിന്നും സമാഹരിച്ചിട്ടായിരിക്കും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരുപാട് വർഷത്തെ എഫേർട്ടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു വിജയത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് റിലീസ് ആവാൻ പോകുന്ന സമയത്ത് അതിൻ്റെ പേര് മാറ്റണം, പേര് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ആ പേര് അതിലെ പ്രധാന കഥാപാത്രത്തിന് അത് ആവശ്യമായിട്ടുള്ളൊരു പേരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റണം എന്ന് പറയുമ്പോൾ ജാനകി എന്നത് ഒരു ദൈവത്തിൻ്റെ പേരാണെന്നും അത് ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് സെൻസർ ബോർഡ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? എന്തോരം പേരുകളുണ്ട് ദൈവത്തിന്. അതുപോലെ തൂണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തറയിലൂടെ നടക്കാൻ പറ്റുമോ? നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ? കാരണം അങ്ങനെ ചിന്തിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് സിനിമ വന്നത്. അപ്പോൾ ആ സിനിമയിൽ ഒരു നല്ല കഥാപാത്രത്തിനാണ് ആ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേരിന് ചൊല്ലി ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ആ പേര് മാറ്റണം എന്ന് പറയുന്നതിലെ ഔചിത്യം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇതിന് മുന്നേയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ആ പേരുണ്ട്. രാവണപ്രഭുവിലെ നായികയുടെ പേര് ജാനകി എന്നല്ലേ. കഴിഞ്ഞ വർഷം പോലും ജാനകി എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ ഇഷ്ടമുള്ള പേരുകളാണല്ലേ. അതെ, മതവികാരം വ്രണപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ വ്രണപ്പെടുന്ന ഒന്നാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ മതങ്ങളും പറയുന്നത് ശാന്തി, സമാധാനം, സ്നേഹം, ഇതൊക്കെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. മനുഷ്യന്മാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഒരു മതവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എല്ലാ മതവും പറയുന്നത് സ്നേഹം, നന്മ എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇത് മനുഷ്യന്മാരുടെ ഇടപെടലുകളാണ്. അത് മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ശക്തമായിട്ട് പ്രതിരോധിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സിനിമാ വ്യവസായം തന്നെ തകരും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മൗലിക അവകാശമാണ്, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ ചിത്രമാണ്, കേന്ദ്ര സെൻസർ ബോർഡാണ് ഇങ്ങനെ ഒരു വെട്ടിയിരിക്കുന്നത്. അത് കേന്ദ്രമന്ത്രി ആയതുകൊണ്ടെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. അപ്പോൾ മറ്റൊരാളാണ് ഇതിൽ നായകനായിട്ട് അഭിനയിച്ചതെങ്കിലും ഞാൻ ഈ സമരത്തിൽ പങ്കെടുത്തേനെ. ആരാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ സമരത്തിൽ പങ്കെടുത്തേനെ. അല്ലെങ്കിൽ അമ്മ റെപ്രസെൻ്റ് ചെയ്ത് അമ്മയുടെ ആളുകൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും വന്നേനെ. അപ്പോൾ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അങ്ങനെ ഇത് ചോദ്യം ചെയ്യൽ മാത്രമല്ല, അങ്ങനെ നിഷേധിക്കുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ. അപ്പോൾ അത് പാടില്ല എന്നുള്ളതാണ് ഒരു ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റ്. അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നും അതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കുമെന്നതാണ് അൻസിബയുടെ പക്ഷം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.